കൂടിയവനും ഭൂതാനി സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം വ്യക്തമധ്യാനി ഭാരത, വ്യക്തമധ്യാനി ഭാരത മധ്യത്തിൽ വ്യക്തമാവുകയും അവ്യക്തനിധനാന്യേവ അവ്യക്തമായ അന്ത്യത്തോടു കൂടിയവനും തത്ര കാ പരിദേവന, തത്ര അതിൽ കാ പരിദേവന എന്തിനു വിലപിക്കുന്നു? സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെയിരിക്കെ വ്യസനത്തിന്റെ ആവശ്യമെന്ത്? വർത്തനത്തിൽ പറയുന്നതാണ് ഇത്. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ലളിതമായി ഇത് മനസ്സിലാക്കാം. അതായത് സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല. അതായത് ഒരു കൃഷി, അതായത് ഇപ്പൊ നെൽകൃഷിയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ നെൽകൃഷി ചെയ്യുന്നതിന് മുൻപ് അത് ഒരു സ്ഥലം, ആ നെൽകൃഷി ചെയ്യേണ്ട സ്ഥലം, അത് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം, അവിടെ പ്രത്യക്ഷമായി അവിടെ ഒന്നും തന്നെ ഇല്ല, പ്രകടമായി പ്രത്യക്ഷത്തിൽ ആ ഒരു സമയത്ത് അതൊന്നും അവിടെ ഒന്നും തന്നെ ഇല്ല, കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം മാത്രമാണത്. പിന്നീട് എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ കൃഷി ഇറക്കുന്നു, അവിടെ ഞാറ് നടുന്നു, അതിനെ വളർത്തുന്നു, പരിപോഷിപ്പിക്കുന്നു, എന്നിട്ട് അത് വിളവ് തരാൻ പാകത്തിനായിട്ട് അത് വളർന്നു വരുന്നു, അവസാനം അതിനെ വിളവെടുക്കുന്നു. വിളവെടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനെന്താ സംഭവിക്കുന്നത്? അതിന്റെ അവശിഷ്ടം, അതായത് കച്ചി, അല്ലെങ്കിൽ നമ്മള് പശുക്കൾക്കൊക്കെ തിന്നാൻ കൊടുക്കും കാലിത്തീറ്റ, അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് അത് ശോഷിച്ച് അതിന്റെ അത് ഉണങ്ങി ഒന്നുകിൽ അത് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് മണ്ണിനോട് തന്നെ ചേർന്ന് ജൈവവളമായിട്ട് അത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇത് രണ്ടിലെ ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കുക. ഒന്നെങ്കിൽ അതിനെ കാലിത്തീറ്റയായിട്ട് കച്ചിയായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് ആ മണ്ണിനോട് തന്നെ ചേരുക തന്നെ ചെയ്യും. അപ്പൊ സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല. ആ ഒരു വാക്യം എന്ന് പറയുന്നത് ആ സ്ഥലത്തിന്റെ, അതായത് കൃഷി തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയാണ്. അതിനു മുന്നേ അവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ യാതൊരുവിധ കൃഷിയോ അല്ലെങ്കിൽ കൃഷി പരമായിട്ടുള്ള ചെടികളോ ഒന്നും തന്നെ നമ്മൾ അവിടെ കാണുന്നില്ല. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണ് ആദ്യം കാണുന്നത്. മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, അതായത് പിന്നീട് ആ ഭൂമിയിൽ കൃഷി ഇറക്കുന്നു, ഞാറ് നടുന്നു, അത് വളരുന്നു, അതിനാവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ കൊടുക്കുന്നു, അത് വിളവ് തരുന്നു, അതിനെ വിളവെടുക്കുന്നു. അതാണ് മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു. നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ബാക്കി ഉണ്ടാവുക? അതിന്റെ അവശിഷ്ടങ്ങളാണ്. അത് കച്ചി അല്ലെങ്കിൽ കാലിത്തീറ്റ. അത് ഒന്നുകിൽ കാലികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് ആ ഭൂമിയോട് തന്നെ ചേർന്ന് വളമാകുന്നു. അത് പിന്നീട് ആ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുക തന്നെ ചെയ്യും. അത് വളമായിട്ട് പിന്നീട് ഒരു കാലം കഴിയുമ്പോൾ അത് അവിടെ വീണ്ടും അടുത്ത കൃഷി തുടങ്ങും. വീണ്ടും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. അതും നശിക്കുമ്പോൾ അത് വീണ്ടും ആ മണ്ണിലേക്ക് അപ്രത്യക്ഷമാകുന്നു. അത് ഇങ്ങനെ ഒരു സൈക്കിള് പോലെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആത്മാവ് ആദ്യം പ്രകടമാകുന്നില്ല, പിന്നീട് മധ്യത്തിൽ അത് ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ വ്യസനത്തിന്റെ ആവശ്യം എന്താണ് എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. അങ്ങനെയിരിക്കെ ദുഃഖിക്കേണ്ട ആവശ്യകത എന്താണ് അർജുന? അതായത് ഈ വ്യസനം അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ ആസ്വാദനം, ഇവയൊക്കെ നാം ഞാൻ ശരീരമാണ് എന്ന ധാരണയുള്ളപ്പോഴാണ് ഇവയൊക്കെ പ്രകടമാവുക. മറിച്ച് പക്ഷെ ഈ വ്യസനം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയപരമായിട്ടുള്ള ആസ്വാദനങ്ങൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ടിട്ടോ നമുക്ക് പൂർണ്ണമായ സംതൃപ്തി, സന്തോഷം ലഭിക്കുകയില്ല. അതേസമയം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാനിൽ അർപ്പിക്കുകയാണ് എങ്കിൽ നമുക്ക് ലഭിക്കുക വെറും ആനന്ദമല്ല, മറിച്ച് പരമാനന്ദമായിരിക്കും. നമ്മളുടെ വികാരങ്ങൾ ആത്മീയ തലങ്ങളിലേക്ക് ഉയരും. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ചക്രം പോലെ, സൈക്കിൾ പോലെ തുടരെ ഒന്നിന് പിറകെ ഒന്നായി സംഭവിക്കുന്ന ഈ പ്രക്രിയയിൽ അപ്പോ അവിടെ വ്യസനിക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് ഭഗവാൻ അർജുനനോട് ചോദിക്കുകയാണ്. ഇനി 29ാമത്തെ ശ്ലോകം. ആശ്ചര്യവത് പശ്യത്
ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവചന്യമന്യ ശൃണോതി ശ്രുത്വാപേനം വേദന ചൈവ കശ്ചിത്. അതായത് ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, പശ്യതി ആശ്ചര്യവത് പശ്യതി, അതായത് ചിലര് ആശ്ചര്യവത്തായിട്ട് കാണുന്നു. എന്തിനെ? ആത്മാവിനെ ചിലര് ആശ്ചര്യത്തോടെ കാണുന്നു. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ, അതായത് ചിലര് ആശ്ചര്യത്തോടെ വദതി സംസാരിക്കുന്നു. എന്തിനെ കുറിച്ച്? ആത്മാവിനെ കുറിച്ച്. ആശ്ചര്യവത് ചൈനമന്യ ശൃണോതി, ചിലര് ആശ്ചര്യത്തോടെ ആത്മാവിനെ കുറിച്ച് ശ്രവിക്കുന്നു. ശ്രുത്വാപേനം വേദന ചൈവ കശ്ചിത്, ചിലര് ശ്രവിച്ചിട്ടും ആത്മാവിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു, മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലരാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. അതായത് നമ്മൾ കേട്ടു ഒരു ആത്മാവിന്റെ, ഒരു ജീവാത്മാവിന്റെ വലിപ്പം എത്രയെന്ന്. ഒരു മുടിയില നാരിന്റെ തുമ്പിന്റെ 10,000-ൽ ഒരു അംശമാണ് ജീവാത്മാവിന്റെ വലിപ്പം. അതിനി നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മമായ പടുകൂറ്റൻ വൃക്ഷമായാലും അല്ലെങ്കിൽ തിമിംഗലമായാലും ആനയായാലും അവരിലെല്ലാവരിലും ജീവാത്മാവിന്റെ അളവ് എന്നത് ഇത്ര തന്നെയാണ്. അതായത് ഒരു മുടിയില നാരിന്റെ തുമ്പിന്റെ 10,000-ൽ ഒരു അംശം തന്നെയാണ്. അതിനി എത്ര വലിപ്പമുള്ള ജീവജാലമായാലും അല്ലെങ്കിൽ നമ്മുടെ സസൂക്ഷ്മം നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവാത്മാവാണെങ്കിൽ തന്നെയും എല്ലാവരിലും ജീവാത്മാവിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആശ്ചര്യത്തോടെ ജീവാത്മാവിനെ കാണുന്നു. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യം, ചിലര് വദതി അതായത് ആശ്ചര്യത്തോടെ ജീവാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ ചിലരോട് ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താലും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. അവര് പറയും, എന്റെ ശരീരത്തിൽ മുറിവ് സംഭവിച്ചാൽ ഞാൻ അതിനെ ആ ഒരു വേദന ഞാൻ അനുഭവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ശരീരമാണ്. അല്ലെങ്കിൽ എനിക്ക് വിശപ്പ് എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു, അതിന്റെ ലക്ഷണങ്ങൾ എന്റെ ശരീരത്തിൽ പ്രകടമാകുന്നു, അതുകൊണ്ട് ഞാൻ ശരീരമാണ്. എന്റെ ശരീരം നശിക്കുമ്പോൾ ഞാൻ തന്നെ ഇല്ലാതാകുന്നു, ഞാൻ തന്നെ മരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ശരീരമാണ്. അതുകൊണ്ട് ചിലർ അതിനെ ആശ്ചര്യകരമായിട്ട് ആത്മാവെന്നൊന്നുണ്ടോ, അതുകൊണ്ട് അവര് ആശ്ചര്യമായിട്ട് അതിനെ വർണ്ണിക്കുന്നു. ആശ്ചര്യവത് ചൈനമന്യ ശൃണോതി ശ്രുത്വാപേനം വേദന ചൈവ കശ്ചിത്, ചിലർക്ക് ശ്രവിച്ചിട്ടും ചിലരതിനെ ആശ്ചര്യത്തോടെ ശ്രവിക്കുന്നു, ചിലരാകട്ടെ അതിനെ ശ്രവിച്ചിട്ടും അവർക്കതിനെ പൂർണ്ണമായിട്ടും അതിനെ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവർക്ക് പൂർണ്ണമായിട്ടും ആത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അതായത് ഒന്ന്, അവർക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ജ്ഞാനമില്ല, അറിവില്ല. രണ്ട്, അവരുടെ ആസക്തി എന്ന് പറയുന്നത് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളോടാണ്. ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളോടാണ് അവർക്ക് കൂടുതൽ ആകർഷണം, കൂടുതൽ ആസക്തി. ആ ആസക്തി അവരെ എന്തിലേക്കാ നയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ വിച്ച് ബ്ലൈൻഡ്സ് ആൻഡ് ബൈൻഡ്സ് ദം എന്നാണ് പ്രഭുപാദ് പറയുന്നത്. വിച്ച് ബ്ലൈൻഡ്സ് ആൻഡ് ബൈൻഡ്സ് ദം, അതായത് ആ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ആസക്തി അവരെ അന്ധരാക്കുകയും അതിൽ ബന്ധിതരാക്കുകയും ചെയ്യുന്നു. ഈ അന്ധത കൊണ്ടിട്ടും ആ ബന്ധനം കൊണ്ടിട്ടും അവർക്ക് ആത്മാവിനെ കുറിച്ച് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ അന്ധത കൊണ്ടിട്ടും ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ആസക്തി കൊണ്ടും അതിൽ പെട്ടിട്ട് അന്ധരായിട്ടും അതിൽ ബന്ധിതരായിട്ടും കൊണ്ടിട്ടാണ് അവർക്ക് ആത്മാവിനെ കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇനി 30-ാമത്തെ ശ്ലോകം. ദേഹേ നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ദേഹേ നിത്യം അവധ്യോയം,
ദേഹി നിത്യം. ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ദേഹത്തിൽ വസിക്കുന്ന സത്ത, അതാണ് ദേഹി. ദേഹി നിത്യം. നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വരനാണ്, എറ്റേണൽ ആണ്. അവദ്യോയം. അവദ്യോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധിക്കപ്പെടാൻ കഴിയാത്തവനാണ്. ഒരിക്കലും ദേഹി ആത്മാവിനെ വധിക്കാൻ സാധിക്കുകയില്ല. ദേഹേ സർവസ്യ ഭാരത. ഹേ ഭാരത, ഈ സർവ ജീവജാലങ്ങളിലും അല്ലെങ്കിൽ സർവ ജീവാത്മാക്കളിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവെന്ന് പറയുന്ന എല്ലാവരിലുമുള്ള ആത്മാവിന് ഇന്ന തന്നെയാണ്. ഒരു ജീവജാലങ്ങൾ ഉള്ളിലുമുള്ള ആത്മാവിനെ വധിക്കാൻ സാധിക്കില്ല, അത് അനശ്വരനാണ്. തസ്മാത് സർവാണി ഭൂതാനി. തസ്മാത് അതുകൊണ്ട്, സർവാണി ഭൂതാനി സർവ ജീവജാലങ്ങളെ കുറിച്ചും, നത്വം ശോചിതുമർഹസി. ശോചിതു ദുഃഖിക്കാൻ, ത്വം നീ, ന അർഹസി നീ അർഹനല്ല. ഹേ ഭാരത, ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീ ഭഗവാൻ പരിണാമാതീതനായ ആത്മാവിനെ കുറിച്ചുള്ള വിവരണം ഇവിടെ നിർത്തുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അനശ്വരനായ ആത്മാവിനെ വിവിധ രീതികളിൽ വർണ്ണിച്ചതിനു ശേഷം ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണ് എന്ന് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനൻ തന്റെ മുത്തച്ഛനായ ഭീഷ്മനും ഗുരുവര്യനായ ദ്രോണനും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന് കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ഈ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം പറഞ്ഞു കൊടുത്തത്? കാരണം അർജുനൻ വിശ്വസിക്കുന്ന എന്താണ്? ഇവരെല്ലാവരും ശരീരമാണ്, ഞാൻ യുദ്ധം ചെയ്താൽ ഇവരെല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ അർജുനൻ തന്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറി നിൽക്കുകയാണ്, യുദ്ധം ചെയ്യില്ല. പക്ഷേ ആ കർത്തവ്യം എന്തെന്ന് മനസ്സിലാക്കി തന്റെ ധർമ്മം, അതായത് യുദ്ധം ചെയ്യണം, അതിനു വേണ്ടിയിട്ട് പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അറിവുകളൊക്കെ അർജുനന് പറഞ്ഞു കൊടുത്തത്. അതായത് ഇവരെല്ലാവരും ശരീരമാണ് എന്ന ചിന്താഗതിയിൽ നിന്നും അർജുനൻ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മളും ഞാൻ ശരീരമാണ് എന്ന ചിന്താഗതിയിൽ നിന്ന് പുറത്തു വരണം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പക്ഷിക്കുഞ്ഞ്, ആ പക്ഷിക്കുഞ്ഞ് അതിന്റെ തുടക്ക കാലഘട്ടത്തില് അതിന്റെ ആ ഒരു മുട്ടയിലാണ് ഉണ്ടാവുക. പക്ഷെ അതിനെല്ലാ കാലവും ആ തോടിനുള്ളിൽ വസിക്കാൻ സാധിക്കുമോ? അതിനൊരു കാലയളവുണ്ട്. ആ പക്ഷിക്കുഞ്ഞിന് ആ മുട്ടത്തോടിനുള്ളിൽ വസിക്കേണ്ട ഒരു കാലയളവുണ്ട്. ആ കാലയളവ് കഴിയുമ്പോൾ ആ പക്ഷിക്കുഞ്ഞിന് അതിൽ നിന്ന് പുറത്തു വന്നേ മതിയാവും. ഇനി എത്രയൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് മുട്ടത്തോട് എന്ന് പറഞ്ഞിരുന്നാലും അതിന്റെ കാലയളവ്, അതിൽ വസിക്കേണ്ട കാലയളവ് കഴിയുമ്പോൾ അതിന് പുറത്തു വരണം, ചിറകുകൾ മുളയ്ക്കണം, പറക്കാൻ പഠിക്കണം, എന്നിട്ട് പറക്കുകയും വേണം. കാരണം എല്ലാ കാലവും അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനെ കാത്ത് വിശാലമായൊരു ലോകം ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതിന് പുറത്തു വന്നേ മതിയാകൂ. അതുപോലെ തന്നെയാണ് നമ്മളും. ഈ കാണുന്ന ശരീരം എന്ന് പറയുന്നത് ആ മുട്ടത്തോട് പോലെയാണ്. നമ്മൾ ചിന്തിക്കും ഈ ശരീരം സുരക്ഷിതമാണ്, ശാശ്വതമാണ്, ഇതാണ് സർവവും. അല്ല. നമുക്ക് എല്ലാ കാലവും ഈ തോടിനുള്ളിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതിനൊരു കാലയളവുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ആ തോട് ഉപേക്ഷിച്ച് ആ പക്ഷിക്കുഞ്ഞ് വരുന്നത് പോലെ നമുക്കും ഇതിന് പുറത്തുനിന്ന് വന്നേ മതിയാകൂ. കാരണം ആ പക്ഷിക്കുഞ്ഞിനെ കാത്ത് ഒരു ലോകം ഇരിക്കുന്നത് പോലെ നമുക്കും ഉണ്ടൊരു ലോകം. നമ്മൾ പോകേണ്ട നമ്മുടെ യഥാർത്ഥ ഗൃഹം, അത് ഗോലോക വൃന്ദാവനം. ആ ഗോലോക വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ തോടിനുള്ളിൽ ഇരുന്നത് കൊണ്ട് സാധ്യമാവുകയില്ല. അപ്പോ നമ്മളും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത്? നമ്മൾ ശരീരമല്ല, ആത്മാവാണ്. ഇത് വെറും തോട് മാത്രമാണ്. ഇത് ശാശ്വതവുമല്ല, സുരക്ഷിതവുമല്ല. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്പോ ഈ 30-ാമത്തെ ശ്ലോകത്തോടു കൂടി ഭഗവാൻ അർജുനന് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഇവിടെ അവസാനിക്കുകയാണ്. ആ ഒരു ഉപദേശം അവസാനിക്കുകയാണ്. ഇനി എന്തുകൊണ്ടിട്ടാണ് അർജുനൻ യുദ്ധം ചെയ്യാതിരുന്നത്? താൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും മരിച്ചു പോകും,
ഇവരെല്ലാവരും ശരീരമാണെന്ന വിശ്വാസത്തിലായിരുന്നു അർജുനൻ. അവരെന്നേക്കുമായി വധിക്കപ്പെടുകയാണെന്നൊരു തെറ്റിദ്ധാരണയിലായിരുന്നു അർജുനൻ. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന്, ആ യുദ്ധഭൂമിയിൽ സന്നിഹിതരായ വ്യക്തികൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഭാഗവതം വിശദീകരിക്കുന്നു. 3-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം 20-ാമത്തെ ശ്ലോകം. തഥൈവ ചാന്യേ നരലോകവീരാ യ ആഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്രേ പിബന്തോ നയനാഭിരാമം പാർത്ഥാസ്ത്രപൂത പദമാപുരസ്യ. തഥൈവ ചാന്യേ നരലോകവീരാ യ ആഹവേ കൃഷ്ണ മുഖാരവിന്ദം നേത്രേ പിബന്തോ നയനാഭിരാമം പാർത്ഥാസ്ത്രപൂത പദമാപുരസ്യ. വിവർത്തനം: അർജുനന്റെ അമ്പുകളുടെ തീക്ഷ്ണാക്രമണത്താൽ പരിശുദ്ധരാക്കപ്പെട്ടും ഭഗവാൻ കൃഷ്ണന്റെ താമരപ്പൂ പോലെയുള്ള മുഖം കണ്ട് കണ്ണുകളെ ആനന്ദതുന്ദിലമാക്കിയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്ന മറ്റു യോദ്ധാക്കൾ തീർച്ചയായും ഭഗവദ്ധാമം പുൽകി. അതായത് കൃഷ്ണമുഖാരവിന്ദം, ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള മുഖം ദർശിച്ചും നേത്രേ പിബന്തോ നയനാഭിരാമം, നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണ്, നേത്രേ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, കണ്ണുകളിൽ ആനന്ദഭരിതരായിട്ട് അവര് ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള മുഖം ദർശിച്ച് പാർത്ഥാസ്ത്രപൂത, പാർത്ഥന്റെ അർജുനന്റെ അസ്ത്രം കൊണ്ട് പരിശുദ്ധരാക്കപ്പെട്ട് പദമാപുരസ്യ, അവര് ഭഗവാന്റെ ധാമം എത്തി, അവർ ഭഗവാന്റെ ധാമത്തിൽ എത്തി. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സന്നിഹിതരായിട്ടുള്ള, ആ യുദ്ധഭൂമിയിൽ സന്നിഹിതരായിരുന്ന എല്ലാവർക്കും സംഭവിച്ചത്. അപ്പൊ ഇന്ന് നമ്മള് 28, 29, 30 ശ്ലോകങ്ങളാണ് കണ്ടത്. ഇനി നമുക്ക് ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കമന്റ്സ് പറയാം. വളരെ കുറഞ്ഞു പോയിന്നൊരു തോന്നൽ, 3 ശ്ലോകം മാത്രമായി പോയല്ലോ. ഹരേ കൃഷ്ണ. ഇനി വേണമായിരുന്നു, പെട്ടെന്ന് തീർന്നു പോയിന്നൊരു തോന്നൽ അല്ലെ? ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 3 പ്രാവശ്യം ആ മോക്കും മോളുടെ കുടുംബത്തിന് വേണ്ടി ഹരേ കൃഷ്ണ മന്ത്രം പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ